ഹരേ കൃഷ്ണ. രാധേ രാധേ. ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും അക്രൂരനോടൊന്നിച്ച് മധുരാപുരിയിൽ പ്രവേശിച്ചപ്പോൾ ഭഗവാനെ ആകർഷിക്കുന്നൊരു സുഗന്ധം അവിടെ തങ്ങി നിന്നിരുന്നു. ആ സുഗന്ധത്തിൻ്റെ ഉറവിടം അന്വേഷിച്ചാരാഞ്ഞപ്പോൾ അത് കുബ്ജ എന്നു പറഞ്ഞ ശരീരത്തിൽ 3 വളവുകളും കൂനുമുള്ള ഒരു സാധു സ്ത്രീയുടെ സുഗന്ധലേപനക്കൂട്ടിൻ്റെ ഹൃദ്യമായ ഗന്ധമാണെന്ന് ഭഗവാൻ അറിഞ്ഞപ്പോൾ കുബ്ജയെ കാണാൻ ഭഗവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഭഗവാനെ കണ്ട മാത്രയിൽ കുബ്ജ ഭഗവാനെ തൊഴുതു വന്ദിച്ചു. കുബ്ജയുടെ കയ്യിലുള്ള സുഗന്ധലേപനക്കൂട്ട് ഭഗവാനായി സമർപ്പിച്ചപ്പോൾ ഭഗവാൻ കുബ്ജയോട് പറയുന്നു, ഈ സുഗന്ധലേപനമല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്. കുബ്ജയാണെങ്കിൽ കംസ മഹാരാജാവിന് സുഗന്ധലേപനക്കൂട്ടുണ്ടാക്കി സമർപ്പിക്കുന്നതാണ് എന്നുമുള്ള പതിവ്. ഭഗവാൻ ഈ സുഗന്ധലേപനമല്ല എന്നറിയിച്ചപ്പോൾ കുബ്ജ മറ്റൊരു സുഗന്ധലേപനം ഭഗവാന് സമർപ്പിച്ചപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതേ സുഗന്ധലേപനമാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന്. കുബ്ജ ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, ഈ ശ്വാമകുമാരനെ ഒരിക്കൽ ഞാൻ കാണുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എത്രയോ കാലമായി ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ഞാൻ കേൾക്കുന്നു. എന്നെങ്കിലും ഈ ദർശനം കാത്ത് കാത്ത് എൻ്റെ ഓരോ കർമ്മത്തിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നിത്യവും ഞാൻ കംസ മഹാരാജാവിന് സുഗന്ധലേപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റൊരു സുഗന്ധലേപനം അങ്ങേക്ക് സമർപ്പിക്കാനായി ഞാൻ ദിനം പ്രതി ഉണ്ടാക്കുമായിരുന്നു. ഇന്നും ഞാൻ അങ്ങേക്കായി കരുതി വെച്ച സുഗന്ധലേപനമാണ് സമർപ്പിക്കുന്നത്. ഇത് കേട്ട മാത്രയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുബ്ജയെ ഒന്ന് സ്പർശിക്കുന്നു. ആ സ്പർശന മാത്രയിൽ തന്നെ കുബ്ജ തികച്ചും ആരോഗ്യവതിയായൊരു സ്ത്രീയായി പരിണമിക്കുന്നു. ഭഗവാന്റെ ഒരു സ്പർശന മാത്രയിൽ കുബ്ജയ്ക്കുണ്ടാകുന്ന മാറ്റം നമുക്കോരോരുത്തർക്കും അനുഭവിക്കാവുന്നതാണ്. ഭഗവാന്റെ ഒരു ദർശനം മാത്രം മതി ജന്മജന്മാന്തരങ്ങളായി നമ്മൾ പേറി വരുന്ന ഭാണ്ഡക്കെട്ടുകളുടെ കുരുക്കഴിക്കാൻ ഭഗവാന്റെ ഒരു ദർശനം മാത്രം മതി. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ഉള്ളിൽ നിന്ന് നീട്ടി വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ കുരുക്കഴിക്കാനായി എന്നും തയ്യാറാണ്. കണ്ണനെ ഒന്ന് നീട്ടി വിളിച്ചാൽ മാത്രം മതി. ഹരേ കൃഷ്ണ. രാധേ രാധേ.